أعوذ بالله من الشيطان الرجيم وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش الرحمن فاسأل به خبيرا وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن أنسجد لما تأمرنا وزادهم نفورا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലെ 58-ാമത്തെ ആയത്ത് മുതൽക്കുള്ള ഏതാനും വചനങ്ങളാണ് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂതു വസബ്ബിഹ് ബിഹംദിഹി, ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, ഒരിക്കലും മരിക്കാത്തവനായ അല്ലാഹുവിൻ്റെ മേൽ നിങ്ങൾ തവക്കുലാക്കുവീൻ. അവൻ്റെ മേൽ മാത്രമാണ് ഭരമേൽപ്പിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചു. അതിന് നേർ വിപരീതമായി മരണപ്പെട്ടുപോയ ആളുകളുടെ മേലും ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മേലുമൊക്കെ കാര്യങ്ങൾ ആത്യന്തികമായി ഭരമേൽപ്പിക്കുന്ന ഒരു പ്രവണത സമൂഹത്തിലുണ്ട് എന്ന് വിശദീകരിക്കുകയുണ്ടായി. റബ്ബല്ലാത്ത ആളുകളോട്, അഥവാ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരിലാണ് തവക്കുലാക്കേണ്ടത് എന്ന് കൃത്യമായി ഇവിടെ അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി മരണപ്പെട്ടുപോയ ആളുകളോട് പ്രാർത്ഥിക്കുകയും ഇസ്തിഗാസകൾ നടത്തുകയും സഹായത്തേട്ടം നടത്തുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ സർവകാര്യസാധ്യത്തിനു വേണ്ടിയും അവരോടാണ് പ്രാർത്ഥിക്കുന്നതും അവരിലാണ് ഭരമേൽപ്പിക്കുന്നതും തവക്കുലാക്കുന്നതുമൊക്കെ. രോഗങ്ങൾ ശിഫയാകുവാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനും സന്താനലബ്ധിക്കു വേണ്ടിയും പാപമോചനത്തിനു വേണ്ടിയും സ്വർഗലബ്ധിക്കു വേണ്ടിയും നരകമോക്ഷത്തിനു വേണ്ടിയും എന്നുവേണ്ട ഐഹികവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മരണപ്പെട്ടുപോയ ആളുകളെ ഭരമേൽപ്പിച്ച് അവരോട് വിളിച്ചു പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ട് കണ്ണുനീരൊഴുക്കി നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങളല്ലാതെ ഞങ്ങൾക്കൊരു പ്രതീക്ഷാ കേന്ദ്രമില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗദ്യങ്ങളും പദ്യങ്ങളുമൊക്കെ പ്രാർത്ഥനകളായിക്കൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇന്ന് മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരിൽ, ഖുർആനിന്റെ അനുയായികളാണെന്ന് പറയുന്നവരിൽ ഉണ്ട് എന്നുള്ളത് ഖേദകരമാണ്. സഹോദരങ്ങളെ, അള്ളാഹു അവനെ പരിചയപ്പെടുത്തുന്നിടത്ത് എല്ലാവർക്കും സുപരിചിതമായ ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അല്ലാഹു അവനൊഴികെ ഒരാരാധ്യനില്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അവൻ പറഞ്ഞ ഗുണമെന്താണ്? അൽ ഹയ്യ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത, ഉറങ്ങാത്ത, മയങ്ങാത്ത ശക്തിയെ മാത്രമേ ഇലാഹായി കാണുവാൻ പറ്റുകയുള്ളൂ, അഥവാ
ഇലാഹിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടുന്ന ആരാധനകളും നേർച്ചകളും വഴിപാടുകളും ദുആകളും സർവവും ആ മരണമില്ലാത്ത, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത സർവശക്തനായ നാഥന്റെ മേൽ മാത്രമായിരിക്കണം. ഇതിനുള്ള വിപരീതമായ പ്രവർത്തനങ്ങളാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏലസ് കെട്ടുന്നവർ, അതുപോലെ തന്നെ ഉറുക്ക് കെട്ടുന്നവർ, കൃഷിയിടങ്ങളിലും പുരയിടങ്ങളിലുമൊക്കെ തകിടുകൾ കുപ്പിക്കകത്താക്കി കുപ്പി തൂക്കുന്നവർ, കൃഷിയിടങ്ങളിൽ കോലങ്ങൾ നാട്ടുന്നവർ, ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ആളുകൾ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്ത കാരണങ്ങളിൽ തവക്കുലാക്കുകയാണ്. ഇസ്ലാം പറഞ്ഞത്, ആരെങ്കിലും എന്തെങ്കിലും അവന്റെ കൈകളിന്മേൽ ബന്ധിച്ചാൽ, ഏലസോ ഉറുക്കോ ചരടുകളോ ഒക്കെ ബന്ധിക്കുമ്പോൾ അവൻ അതിലേക്കാണ് ഭരമേൽപ്പിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, നമുക്കിവിടെ എല്ലാം അറിയാവുന്ന നമ്മുടെ രഹസ്യ പരസ്യങ്ങളും ഭാവി ഭൂത വർത്തമാനകാലങ്ങളായ വിവരങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരുപോലെ അറിയാവുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിക്കാത്തവനായ, നശിക്കാത്തവനായ ഏകനായ ആരാധ്യനുണ്ട്. അവനിൽ മാത്രമേ നമ്മൾ ഭരമേൽപ്പിക്കാവൂ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആ ആയത്തിന്റെ വളരെ കൃത്യമായി പൊരുളായിക്കൊണ്ട് നമ്മൾ പറഞ്ഞത്. അതുപോലെ വസബ്ബിഹ് ബിഹംദിഹി എന്ന് പറഞ്ഞു. അവനെ സ്തുതിക്കുന്നതോടൊപ്പം, അവന് സ്തുതി അർപ്പിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുകയും ചെയ്യണം എന്ന്. നമ്മുടെ നിത്യജീവിതത്തിൽ റഹ്മാനായ റബ്ബിനെ നമ്മൾ നിരവധി പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന സന്ദർഭങ്ങളുണ്ട്. പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ തസ്ബീഹുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയതാണ്, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുവീൻ. റബ്ബിനെ ധാരാളം ഓർക്കേണ്ടത് നമ്മുടെ കടമയാണ്. വിശിഷ്യ പ്രത്യേകിച്ച് വസബ്ബിഹൂഹു, നിങ്ങൾ അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം. അവന്റെ കീർത്തനങ്ങൾ നിങ്ങൾ മൊഴിഞ്ഞുകൊണ്ടിരിക്കണം. ബുക്റതൻ വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും. അതുകൊണ്ട് തന്നെ എണ്ണവും കണക്കുമില്ലാത്തത്ര തസ്ബീഹുകൾ ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടവയുണ്ട്. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും അവസാനത്തെ ഹദീസായി കൊടുത്തത് 2 വാചകങ്ങൾ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാൻ. റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ 2 വാക്കുകൾ, നമ്മുടെ നന്മയുടെ ത്രാസിൽ നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന 2 വാക്കുകൾ, നമ്മുടെ നാവുകൾക്ക് പറയുവാൻ വളരെ ലളിതവും എളുപ്പവുമായ 2 വാക്കുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ വാഴ്ത്തുകയാണ്. അള്ളാഹു പറഞ്ഞത് വസബ്ബിഹ് ബിഹംദിഹി എന്നാണ്. അവനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം ചെയ്യുകയും ചെയ്യാനാണ് കൽപ്പന. ഇതുപോലെ ആരെങ്കിലും മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, ഡെയിലി ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സ്തുതിക്കുന്നതോടൊപ്പം അവനെ കീർത്തനം നടത്തുന്ന ഈ ദിക്ർ 100 തവണ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവനും, ചെറുപാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നതാണ്. വഇൻ കാനത്ത് മിസ്ല സബദിൽ ബഹരി, ആ ചെറുദോഷങ്ങൾ സമുദ്ര സമാനമായ അഥവാ സമുദ്രത്തിലുള്ള നുരയ്ക്കും പതയ്ക്കുമൊക്കെ സമാനമായ അത്ര തോതിൽ കൂടുതലുണ്ടെങ്കിലും ശരി. എന്തൊരു നല്ല സുവിശേഷമാണത്. ഇങ്ങനെ തസ്ബീഹുകൾ
ധാരാളം ചൊല്ലാൻ നമുക്ക് നിർദ്ദേശമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, എണ്ണവും കണക്കുമില്ലാത്തത്ര. അതൊക്കെ നമുക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടുന്ന ദിക്റുകളാണ്. നമ്മുടെ യാത്രാവേളകളിൽ, ഒഴിഞ്ഞിരിക്കുമ്പോൾ, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിന് മുടക്കം വരാത്ത നിലക്ക് അടുക്കളയിൽ സഹോദരിമാര് പാചകവേല ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത്, അതേപോലെ തന്നെ ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇതൊക്കെ ഓരോ സമയങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ആ സമയത്ത് ചൊല്ലല് പുണ്യായിട്ടല്ല, നമുക്ക് വെറുതെ കളയുന്ന സമയങ്ങളൊക്കെ മൂളിപ്പാട്ടുകളും ആവശ്യമില്ലാത്ത മറ്റു സംസാരങ്ങളുമൊക്കെ ആയി നമ്മുടെ നാവിൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചുവിടുന്നതിന് പകരം ഇതേപോലെ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ വാഴ്ത്തുന്നത്, പ്രകീർത്തിക്കുന്നത് അവൻ ഏറെ പ്രിയങ്കരമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് വസബ്ബിഹ ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളുടെ പാപങ്ങളെ സംബന്ധിച്ച് അറിയുവാൻ, സൂക്ഷ്മമായി അറിയുവാൻ അവൻ തന്നെ മതി. ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. റബ്ബിനറിയാം, റബ്ബ് അറിയുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഓരോന്നും അള്ളാഹു അറിയുന്നുണ്ട്. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, കണ്ടോ, അതും ഹംദോടുകൂടി തന്നെയുള്ള തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്നാരെങ്കിലും പറഞ്ഞാൽ അവന് വേണ്ടി ഗുരിസത്തുനഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു സ്വർഗീയ ഈത്തപ്പന അവനായി വെച്ചു പിടിപ്പിക്കുന്നുണ്ട് ഓരോ തസ്ബീഹുകൾക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സുജൂദിൽ ഇടക്ക് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നിങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ആ പ്രാർത്ഥന, ഏറ്റവും പ്രാധാന്യമുള്ള ആ പ്രാർത്ഥനയുടെ മുന്നോടിയായി ഹംദ് പറയുന്നതോടൊപ്പമുള്ള തസ്ബീഹാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതൊക്കെ അള്ളാഹു നമുക്ക് നമ്മുടെ നന്മകളുടെ റെക്കോർഡുകൾ വർദ്ധിക്കുവാൻ ഉപയുക്തമായ കാര്യങ്ങളാണ്. അതോടൊപ്പം തിന്മകളിലേക്ക് പോകരുത്. നമ്മുടെ ഏത് തിന്മകളും ആര് മറന്നാലും ആരറിഞ്ഞില്ലെങ്കിലും വകഫാ ബിഹി, അവൻ തന്നെ മതിയായവനാണ്, അല്ലാഹ് മതിയായവനാണ്. ബിദുനൂബി ഇബാദിഹി, അവന്റെ അടിമകളുടെ പാപങ്ങളെ കുറിച്ച് ഖബീറ, സൂക്ഷ്മജ്ഞാനിയായി അവൻ തന്നെ മതി. അതൊക്കെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. ഒന്നും ഒഴിഞ്ഞു പോയില്ല, റബ്ബൊന്നും മറക്കുകയുമില്ല, ഇല്ലാത്തതൊന്നും ചേർത്ത് നമ്മുടെ മേൽ എഴുതി ചേർക്കുകയുമില്ല. അതുകൊണ്ട് പാപങ്ങൾ സംഭവിച്ചാൽ ഉടനടി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് പാപത്തെ കഴുകിക്കളഞ്ഞ് നമ്മുടെ തിന്മയുടെ റെക്കോർഡിൽ എന്നത് മായ്ച്ചു കളയുവാൻ കാരുണ്യവാനായ റബ്ബിനോട് മനസ്സുരുകി തേടുകയാണ് നാം വേണ്ടത് എന്ന് സാന്ദർഭികമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഇനി തുടർന്നുകൊണ്ട് അള്ളാഹു അവനിലാണ് വരമേൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ. അവനിൽ മാത്രമാണ് വരമേൽപ്പിക്കേണ്ടത്. ഒന്നാമത്തെ കാരണം പറഞ്ഞത് എന്താണ്? അവനാണ് ഒരിക്കലും മരിക്കാതെ എന്നെന്നും സജീവമായിട്ടിരിക്കുന്ന ജീവനായുള്ളവൻ അവൻ മാത്രമാണ്. ഇനി വേറെയും അള്ളാഹുവാണ് അതിന് അർഹനുള്ളതിനുള്ള കാരണം എന്താ? അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് അർറഹ്മാനു ഫസ്അൽ ബിഹി ഖബീറാ. അവൻ ആരുമാണ്? എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ആ ഒരു പ്രത്യേകത മാത്രമല്ല അവനുള്ളത്. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനുമാണ്? ഖലഖസ് സമാവാതി വൽ അർദ, ആകാശഭൂമികളെ പടച്ചവനാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണവൻ. ഖലഖസ് സമാവാതി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണവൻ. വമാ ബൈനഹുമാ, അവക്കിടയിലുള്ളതും, ആകാശം ഭൂമികൾക്കിടയിലുള്ള എന്തെല്ലാം ചരാചരങ്ങളുണ്ടോ അവയുടെയും സൃഷ്ടാവ് അവൻ മാത്രമാണ്. അങ്ങനെ അവൻ സൃഷ്ടിച്ചത് ആകാശങ്ങളെയും ഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും ഒക്കെ അവൻ സൃഷ്ടിച്ചത് എങ്ങനെ? എത്ര അവൻ സൃഷ്ടിച്ചവനാണ്? എങ്ങനെ? ഫീ സിത്തതി അയ്യാം,
6 ദിവസങ്ങളിലായി. 6 ദിവസങ്ങളിലായി ആകാശഭൂമിയെയും അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചിട്ടുള്ളവനാണ് അല്ലാഹു. സുമ്മസ്തവ, പിന്നെ അവൻ ഉപവിഷ്ടനായി അല്ലെങ്കിൽ ആരോഹണം ചെയ്തു. അലൽ അർശി, അർശിൽ അഥവാ സിംഹാസനത്തിൽ അവൻ ആരോഹണം ചെയ്തു. പിന്നെ അവൻ ആരുമാണ്? അർ റഹ്മാൻ, പരമകാരുണികനാണവൻ, റഹ്മാനാണവൻ. ഫസ് അൽ ബിഹി ഖബീറ, ആകയാൽ ഫസ് അൽ, നീ ചോദിക്കുക. സഅല, ചോദിച്ചു. ഇസ് അൽ, ഫസ് അൽ, ആകയാൽ നീ ചോദിക്കുക. ബിഹി, അതിനെക്കുറിച്ച്. ഖബീറ, സൂക്ഷ്മജ്ഞാനിയായ ഒരുവനോട് ചോദിച്ചു കൊള്ളുക. അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കേണ്ടത് സൂക്ഷ്മജ്ഞാനിയോടാണ്. വിശദീകരിക്കാം എന്താണ് ഉദ്ദേശമെന്ന്. സഹോദരങ്ങളെ, ആകാശഭൂമികളെ 6 ദിവസങ്ങളിലായി കൊണ്ട് സൃഷ്ടിച്ചവൻ എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട്. എന്താണ് ഈ 6 ദിവസങ്ങൾ? നമുക്ക് ദിവസങ്ങൾ പരിചയമുള്ളത് 24 മണിക്കൂറിനാണ് നാം ഒരു ദിവസം എന്ന് പറയുന്നത്. ഏതാണ് ഈ പറഞ്ഞ ദിവസം എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ദിവസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് പല രൂപത്തിലുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലങ്ങൾക്ക് സമാനമാണ് അവന്റെ അടുക്കൽ ഒരു ദിനം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ വീണ്ടും പറയുന്നുണ്ട്, എന്ത്? വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ എന്ന് പറഞ്ഞതുപോലെ 50 അൽഫ സന, 50,000 കൊല്ലം എന്നാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ഈ 24 മണിക്കൂറുള്ള ദിനമാണോ, 1000 കൊല്ലത്തിന് സമാനമായ ദിനമാണോ, അതോ അതിലുമപ്പുറമാണോ, ലക്ഷോപലക്ഷം കൊല്ലങ്ങളുടെ ഘട്ടങ്ങളാണോ, ഒന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 6 ദിവസങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ആ 6 ദിവസങ്ങൾ എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അത് 6 ഘട്ടങ്ങളാവാം. ആ 6 ഘട്ടങ്ങൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് എന്തിനാ അള്ളാഹുവിനൊരു 6 ഘട്ടം? കുൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം കൂടി ഉണ്ടായിക്കൂടെ? സംശയിക്കുന്നവരുണ്ടാകാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യത്തെയും പടിപടിയായി കൊണ്ടാണ് അവൻ സൃഷ്ടിക്കുന്നതും അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അവൻ ചെയ്യുന്നതും. അവൻ ഒറ്റയടിക്കെല്ലാം പറ്റാത്തത് കൊണ്ടല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ 23 സംവത്സരങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ ഇറങ്ങിത്തീരുന്നത്. അള്ളാഹുവിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് കൊടുത്തൂടെ? അതുപോലെ തന്നെ 6 ദിവസങ്ങൾ കൊണ്ടാണ് ആകാശഭൂമികളുടെയും അവക്കിടയിലുള്ളതിന്റെയും സൃഷ്ടിപ്പെന്ന് പറയുമ്പോൾ റബ്ബിന് അങ്ങനെ 6 ദിവസാവശ്യം ഉണ്ടായിട്ടാണോ? അത് അവൻ്റെതായ ചില സമ്പ്രദായങ്ങളുണ്ട്. അപ്പൊ ഈ നിലക്ക് ആകാശഭൂമികളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രം പറയുന്ന അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഉള്ള കാലം കൊണ്ടാണ് അവ ഇന്നത്തെ രൂപത്തിലായി തീർന്നിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുമൊക്കെ ഉള്ള കാലം കൊണ്ടാണ് ഇന്നത്തെ നിലയിൽ വന്നിട്ടുള്ളത് ആകാശഭൂമികളിലെന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ നീണ്ട കാലഘട്ടത്തിന്റെ ഇടക്ക് അവരുടെ അഭിപ്രായ പ്രകാരം 6 ഉപകാലഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്നും അവർ സിദ്ധാന്തിക്കുന്നുണ്ട്. എന്തോ ആകട്ടെ, ശാസ്ത്രമല്ലല്ലോ അവസാന വാക്ക്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ തന്നെയാണ് അവസാന വാക്ക്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ് 6 ദിവസങ്ങൾ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്ക് സാധ്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് സാധിക്കുക. ഇനി സഹോദരന്മാരെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത്? 6 ദിവസങ്ങൾ കൊണ്ടാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടന്നത് എന്ന്. സൂറത്തുൽ അഅറാഫിലെ
54-ാമത്തെ സൂക്തത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂനുസിലെ 3-ാമത്തെ സൂക്തത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഹൂദിലെ 7-ാം സൂക്തത്തിലും ഇതേ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ 6 ദിവസങ്ങൾ എന്ന് തന്നെ, സിത്തത്തി അയ്യാം എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ സൂറത്ത് ഫുസ്സിലത്തിലെ 9, 10, 11, 12 സൂക്തങ്ങൾ, ആ ആയത്തുകൾ വായിച്ചു നോക്കിയാൽ, അത് വായിച്ചു നോക്കിയിട്ട് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, പരിശുദ്ധ ഖുർആനിൽ ഇതാ വൈരുദ്ധ്യം കടന്നുകൂടിയിരിക്കുന്നു എന്ന്. ഇപ്പൊ ചില ആളുകൾ അതിനാണല്ലോ നടക്കുന്നത്. ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട്, തെറ്റുണ്ട്, ഖുർആൻ കാലോചിതമല്ല എന്നൊക്കെ പറയുവാൻ പലരും നടക്കുമ്പോ അവര് കണ്ടെത്തിയതാണെന്ത്, ഖുർആൻ 3-4 സ്ഥലത്ത് പറയുന്നു 6 ദിവസങ്ങൾ കൊണ്ടാണ് ആകാശഭൂമികളുടെ സൃഷ്ടിക്കലെന്ന്. എന്നാൽ അതേ ഖുർആൻ തന്നെ സൂറത്ത് ഫുസ്സിലത്തിൽ എത്തുമ്പോ അതിൻ്റെ 9, 10, 11, 12 ആയത്തുകളിലൂടെ 8 ദിവസം എന്നാണ് കിട്ടുക. ഇത് വൈരുദ്ധ്യല്ലേ എന്നാണ് ചോദ്യം. ഏതാണ് ആ വചനം? ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർദ ഫീ യൗമൈനി വതജഅലൂന ലഹു അൻദാദാ ذلك رب العالمين وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين فقضاهن 7 سماوات في يومين وأوحى في كل سماء أمرها وزينا السماء الدنيا بمصابيح وحفظا ذلك تقدير العزيز العليم. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിൽ പറയുന്നതിന്റെ ചുരുക്കം ഞാൻ പറയാണ്. ഭൂമിയെ 2 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? അവന് നിങ്ങൾ പങ്കുകാരയാക്കുകയാണോ? അപ്പൊ 2, ഇവര് പറയുന്ന വാദം പോലെ ഞാൻ പറയാണ്. അപ്പൊ 2 ദിവസം ഭൂമിനെ പടക്കാനെന്നായി. പിന്നെ പറയുന്നത് എന്താ? വജഅല ഫീഹാ, അതിൽ അവൻ നിശ്ചയിച്ചു, റവാസിയ മിൻ ഫൗഖിഹാ, അതിന്റെ മുകളിൽ പർവ്വതങ്ങളെ ഉണ്ടാക്കി, വബാറക ഫീഹാ, അതിൽ മറ്റു അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു, വഖദ്ദറ ഫീഹാ, അതിൽ കാര്യങ്ങളൊക്കെ അളന്നു വ്യവസ്ഥപ്പെടുത്തി, ഭക്ഷണധാന്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൽ അവൻ വ്യവസ്ഥാപിതപ്പെടുത്തി. ഫി 4 അയ്യാം, 4 ദിവസങ്ങളിൽ. കണ്ടോ? അപ്പൊ 4 2 6 ഇനിയോ പിന്നെ പറയുന്നു, സുമ്മസ്തവാ ഇലസ്സമാ, പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു. എന്നിട്ടിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ഫഖദാഹുന്ന 7 സമാവാതിൻ ഫീ യൗമൈൻ, എന്നിട്ടവൻ 2 ദിവസങ്ങളിലായിക്കൊണ്ട് 7 ആകാശങ്ങളെയും പൂർത്തിയാക്കി. കണ്ടോ? അപ്പൊ എത്രയായി? 9-ാമത്തെ ആയത്തിൽ പറഞ്ഞ 2-ഉം 10-ാമത്തെ ആയത്തിൽ പറഞ്ഞ 4-ഉം പിന്നീട് 12-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞ 2-ഉം. അപ്പൊ 4 2 6 2 8 എന്നാണ് ചോദ്യം. ഇത് മനസ്സിലാക്കിയിടത്തുള്ള പിഴവ സഹോദരങ്ങളെ, ഒരു വൈരുദ്ധ്യവും ഖുർആനില്ല. ഖുർആൻ ആദ്യം പറഞ്ഞത് എന്താണ്? ഭൂമിയെ 2 ദിവസം കൊണ്ട് പടച്ചു, 9-ാമത്തെ ആയത്ത്. ആ 9-ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യം എന്താണോ അതേ കാര്യം തന്നെയാണ് 10-ാം ആയത്തിലെ 4 ദിവസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടോട്ടൽ 4 ദിവസമാണ്. ഭൂമിയെ പടക്കാൻ 2 ദിവസവും, പിന്നെ ആ ഭൂമിയിൽ ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളും പർവ്വതങ്ങളും മറ്റു സൗകര്യങ്ങളുമൊക്കെ വ്യവസ്ഥപ്പെടുത്തുവാൻ 2 ദിവസവും കൂടി എടുത്തു. അപ്പൊ അങ്ങനെ 2 2 4 ടോട്ടൽ
ഭൂമിയുടെ സൃഷ്ടിപ്പിന് അവൻ എടുത്തത് 4 ദിനം എന്നാണ് ഉദ്ദേശം. അതല്ലാതെ ഇവിടെ 4 വേറെ, അവിടുത്തെ 2 വേറെ, അവസാനം ആകാശം പടക്കാൻ 2 വേറെ, അങ്ങനെ കൂട്ടിയാൽ 8 കിട്ടുക. അതില്ല. അതാർക്കും പ്രാഥമികമായി തന്നെ നോക്കിയാൽ മനസ്സിലാവും. കാരണം ഭൂമിയുടെ സൃഷ്ടിപ്പിൽപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത വചനത്തിൽ ഈ പറയുന്നത്. പിന്നെയോ 12ാമത്തെ സൂക്തത്തിൽ പറഞ്ഞ 2 ഘട്ടങ്ങളും അത് വേറെ, അത് ആകാശത്തിന്റെ സൃഷ്ടിപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോ 9ഉം 10ഉം സൂക്തങ്ങളിൽ പറയപ്പെട്ട ആ സൃഷ്ടിപ്പുണ്ടല്ലോ, അത് മൊത്തമായി 4 ഘട്ടങ്ങൾ. പിന്നെയോ 12ാമത്തെ സൂക്തത്തിൽ പറഞ്ഞ ആകാശ സൃഷ്ടിപ്പിന്റെ 2 ദിവസവും. അങ്ങനെ എന്താണ് വരുന്നത്? 4ഉം 2ഉം 6 തന്നെയാണ് വരുന്നത്, 8 വരുന്നില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ ശരി സഹോദരങ്ങളെ, ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും 6 ദിവസങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിക്കുകയുണ്ടായി. എന്നിട്ടോ സുമ്മസ്തവാ അലൽ അർശി, പിന്നെ അവൻ അവൻ ആരോഹണം ചെയ്തു, ഉപവിഷ്ടനായി. എന്തിന്മേൽ? അലൽ അർശി, അർശിന്റെ മേൽ. അർശ് സിംഹാസനം എന്നാണ് അർത്ഥം, രാജസിംഹാസനം. റഹ്മാനായ റബ്ബിന്റെ അർശ് അതെങ്ങനെയെന്ന് നമുക്കറിയില്ല, നമുക്കൊട്ട് വിവരിച്ചു തന്നിട്ടുമില്ല അർശിന്റെ രൂപം. എന്തായിരുന്നാലും അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനായി. ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ ഇവിടെ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അവൻ അർശിന്മേൽ ഉപവിഷ്ടനായി ആരോഹണം ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ചില വ്യാഖ്യാനത്തിന്റെ പിന്നാലെ കൂടിയിട്ടുള്ള ആളുകൾ അവർ ഇസ്തവ എന്നുള്ളതിന് ഇസ്തൗല എന്ന് അർത്ഥം കൊടുക്കുകയാണ് പതിവ്. ഇസ്തൗല എന്ന് പറയുമ്പോൾ എന്തായി അർത്ഥം? അധികാരം നേടി എന്നാണ്, ആധിപത്യം നേടി. അള്ളാഹു അർശിന്മേൽ ആധിപത്യം നേടി. അത് പറയുന്നതിൽ ഒരർത്ഥമല്ല. അള്ളാഹു എല്ലാത്തിന്റെ മേലും ആധിപത്യം നേരത്തെയുണ്ട്, റബ്ബിന് തന്നെയാണ് ആധിപത്യം. ഇവിടെ അള്ളാഹു തആല അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് തന്നെയാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും പഴച്ച കക്ഷികളും തമ്മിൽ വേർതിരിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണത്. പൂർവീകരായ സഹാബത്തും അവരെ പിന്തുടർന്നിട്ടുള്ള താബിഈങ്ങളുമൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവന്റെ അർശിന്മേലുള്ള ആരോഹണവും അവന്റെ കൈ, അവന്റെ കണ്ണ്, അവന്റെ കാല്, പാദം, അവൻ ചിരിക്കുക, അവൻ വരിക എന്നൊക്കെ, ഇറങ്ങുക എന്നൊക്കെ പറയുന്നിടത്തൊക്കെ അവർ അള്ളാഹുവിനോട് അനുയോജ്യമായ നിലക്ക് അതേ രീതിയിൽ തന്നെ വിശ്വസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ എന്നവരാരും ചോദിച്ചിട്ടില്ല. അള്ളാഹു നമ്മോടടുത്ത ആകാശത്തിലേക്ക് രാവിന്റെ അന്ത്യയാമങ്ങളിൽ ഇറങ്ങുന്നുണ്ട് എന്ന ഹദീസ് കേട്ടപ്പോ ഒരു സഹാബിയും ഇന്ന് ചില പിഴച്ച ആളുകൾ ചോദിക്കുന്നത് പോലെ എങ്ങനെയാണ് ആ ഇറക്കം എന്ന് ചോദിച്ചിട്ടില്ല. കാരണം അള്ളാഹു എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് റബ്ബിന്റെ ഇറക്കവും നമുക്കറിയില്ല. ഒരു കാര്യം ഉറപ്പ്, അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ത് പറയുമ്പോഴും അവനെ ഉപമിക്കാവുന്ന യാതൊന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് ഈക്വലായി തുല്യമായി ആരും തന്നെയില്ല. അതുകൊണ്ട് റബ്ബ് അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അതന്നെ ഉദ്ദേശം. അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ നിലക്കുള്ള ഉപവിഷ്ടനാവലാണ്. മറ്റു സൃഷ്ടികൾ ഉപവിഷ്ടനാകുന്നത് പോലെയല്ല അള്ളാഹ് അർശിന്മേൽ ഉപവിഷ്ടനാകുന്നത്. അള്ളാഹു എല്ലാത്തിൻ്റെയും മീതെയാണ്. അതുകൊണ്ട് തന്നെ അവൻ എപ്രകാരമാണ് ഉപവിഷ്ടനായത് അത് നമുക്കറിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്ന എപ്പോഴും അള്ളാഹുവിന് അനുയോജ്യമായ നിലക്കാണ് എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നത്. മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുകയോ വ്യാഖ്യാനിച്ച് മറ്റൊരർത്ഥത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയോ വേറെ ഏതെങ്കിലും ഒന്നിനോട് ഉപമിക്കുകയോ അതല്ലെങ്കിൽ വേറെ ഒന്നിനെ പോലെ എന്ന് അതിന് രൂപം നിശ്ചയിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. വന്നത് അപ്പടി വിശ്വസിക്കുന്നു. അത് പൂർവീകരായ സച്ചരിതരായ സഹാബത്തിന്റെ നടപടിക്രമവും വിശ്വാസ രീതിയുമായിരുന്നു. അത് തന്നെയാണ് നാമും പിന്തുടരുന്നത്.
എന്നാൽ ഇങ്ങനെ പൂർവീകരുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് അതേപടി വിശ്വസിക്കുന്നു, അതിന് രൂപം പറയാൻ പോകുന്നില്ല, വ്യാഖ്യാനം നൽകി മറ്റൊരു വഴിക്കതിനെ തിരിച്ചുവിടാൻ പോകുന്നില്ല, നിഷേധിക്കാനും പോകുന്നില്ല എന്ന കാരണത്താൽ നാം ഇന്ന് ഏറെ പരിഹാസങ്ങളും പഴികളും ആരോപണങ്ങളുമൊക്കെ അപ്പുറത്തുള്ള പിഴച്ച കക്ഷികളിൽ നിന്ന് കേൾക്കേണ്ടി വരാറുണ്ട്. ഇവരുടെ അല്ലാ എന്ന് പറഞ്ഞാൽ കസേരമേലിരിക്കുന്ന അല്ലയാണ്. എല്ലാ രാവിലും അവസാന സമയങ്ങളിൽ ഫയലൊപ്പിടാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന അല്ലയാണ്. എന്നിട്ട് പിന്നെ മുകളിലേക്ക് കയറിപ്പോണ അല്ലയാണ്. കറങ്ങുന്ന അല്ലയാണ്, തിരിയുന്ന അല്ലയാണ്, വയറുള്ള അല്ലയാണ് എന്നൊക്കെ പറഞ്ഞ് ആസനമുള്ള അല്ലയാണ് എന്നൊക്കെ പലവിധത്തിലും പറഞ്ഞുകൊണ്ട്, എന്താ കാരണം? നമ്മൾ അള്ളാഹിനെ പറ്റി അല്ല പറഞ്ഞതുപോലെ പറഞ്ഞു എന്ന പേരിലാണ് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. പൂർവികരായ സഹാബത്ത് മുഴുവൻ, താബിഈങ്ങൾ മുഴുവൻ, അഇമ്മത്ത് മുഴുവൻ എല്ലാവരും വിശ്വസിച്ചത് ഇതേപോലെയാണ്. എന്ത്? അല്ലാഹ് അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയെന്ന് ചോദിക്കാൻ പോയിട്ടില്ല. ഉപവിഷ്ടനായി എന്ന അർത്ഥം പറയാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹിനെ പറ്റി ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തൗലാനാണ് എന്ന് പറയണമെന്ന് അവരാരും വ്യാഖ്യാനിച്ചിട്ടുമില്ല. അതുകൊണ്ട് പൂർവീകരുടെ പാത അതാണ് സത്യപാത, സജ്ജന പാത അതാണ് സത്യപാത. അതിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹു അവന്റെ അർശിന്മേൽ ഉപവിഷ്ടനായി പിന്നീട് എന്ന് അള്ളാഹു തആല പറയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി മനസ്സിലൊരു ആശങ്ക ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. ഓ, അർശിന്മേലൊക്കെ ഉപവിഷ്ടനായ അത്യുന്നതനായ എല്ലാത്തിൻ്റെയും മീതെയുള്ള ഉന്നതമായ ഒരു കാര്യമാണല്ലോ അർശ്. 7 ആകാശത്തിൻ്റെയും മുകളിൽ, എല്ലാത്തിനും മുകളിലാണല്ലോ അവന്റെ അർശ്. ആ അർശിന്മേൽ അവൻ ഉപവിഷ്ടനായി. അവൻ എത്രത്തോളം ശക്തിയുള്ളവനാണ്, മഹത്വമുള്ളവനാണ്. അതുകൊണ്ട് അവനിലേക്കൊന്നും അടുക്കാൻ നമുക്കൊന്നും കഴിയൂലേ? അവൻ നമ്മോട് വളരെ റഫായി പെരുമാറുമോ? ക്രൂരനായിരിക്കുമോ? കരുണ കാണിക്കാതിരിക്കുമോ എന്നൊന്നും ആരും ആശങ്ക വേണ്ട. അത്യുന്നതനായ ഈ നാഥനെ സംബന്ധിച്ച് അവൻ അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് പറയുമ്പോ ലോകത്തൊരുപാട് ആളുകൾ സിംഹാസനത്തിന്റെ ആ പ്രത്യേകമായ സിംഹാസനത്തിൽ ഇരുന്ന് അവർ ഭരണം നടത്തുമ്പോ, പല രാജ്യങ്ങളും വെട്ടിപ്പിടിക്കുമ്പോ, ഉന്നതമായ പദവികളിലെത്തുമ്പോ സമൂഹത്തെ മറന്നുകൊണ്ട് രാജ്യത്തെയും രാജ്യക്കാരെയും പ്രയാസപ്പെടുത്തുന്ന, പീഡിപ്പിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന പ്രതികാരദാഹികളായി മാറാറുണ്ട്. റഹ്മാനായ റബ്ബ് അർശിന്മേൽ ഉപവിഷ്ടനായി അത്രയും മഹാത്മ്യമുള്ളവനാണ് എന്നുള്ളത് കൊണ്ട് അവൻ സാധാരണക്കാരന് എത്തിപ്പെടാനാവാത്ത ക്രൂരനാണെന്നോ അവരോട് അടുപ്പമില്ലാതെ വളരെ വിദൂരത്തേക്ക് അകന്നുപോയവനാണെന്നോ നമ്മളൊന്നും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം തരാൻ മാത്രം അവന് കരുണയില്ലെന്നോ ആരും വിചാരിക്കരുത്. അതുകൊണ്ടാണ് അത് പറഞ്ഞ ഉടനെ അല്ലാഹ് എന്തു പറയുന്നത്? അർ-റഹ്മാൻ. അർശിന്മേൽ ഉപവിഷ്ടനായ റബ്ബ് അഹങ്കാരിയല്ല കേട്ടോ. അവൻ കരുണയുള്ളവനാണ്, ഏറ്റവും കാരുണ്യമുള്ളവനാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു ഇതിലൂടെ അവന്റെ റഹ്മത്തിന്റെ മാഹാത്മ്യം, റഹ്മാനായ റബ്ബിന്റെ നാമങ്ങളിൽ അല്ലാഹു എന്ന് കഴിഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമമാണ് അർ-റഹ്മാൻ. അതുകൊണ്ടാണല്ലോ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ ഉടനെ റഹ്മാൻ അർ-റഹീം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ആ അർത്ഥത്തിൽ ആ നാഥൻ വളരെയേറെ കാരുണ്യമുള്ളവനാണ്. അവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ അവൻ കേൾക്കും, ഉത്തരം ചെയ്യും. എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം തരാം. ഞാൻ നിങ്ങളോട് അകന്നവനല്ല, വളരെ അടുത്തവനാണ് എന്നൊക്കെയാണല്ലോ അള്ളാഹു നമ്മെ സുവിശേഷം അറിയിച്ചിട്ടുള്ളത്. ആകയാൽ ഫസ്അൽ ബിഹി ഖബീറ, അള്ളാഹു പറയാണ് ഫസ്അൽ ബിഹി, മനുഷ്യ നീ അവനെക്കുറിച്ച് ചോദിച്ചോളൂ, ഖബീറ, എല്ലാം അറിയാവുന്ന സൂക്ഷ്മജ്ഞാനിയോട് അവനെക്കുറിച്ച് ചോദിക്കുക. ആരാണ് എല്ലാം അറിയുന്ന ഖബീറായിട്ടുള്ളത്? അല്ല തന്നെ. അള്ളാഹുവിനെ കൂടുതൽ അറിയുന്നവൻ അല്ല തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് തന്നെയാണ് നമ്മൾ അവനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയാൻ അവനിൽ നിന്നല്ലാതെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ അറിയണോ? അത് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്.
അവന്റെ റസൂലിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് റഹ്മാനായ റബ്ബ് ആരാണെന്ന്. അതാണ് അഹ്ലുസുന്ന വളരെ കൃത്യമായി വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ ഓരോ നാമങ്ങൾ പോലും അള്ള പഠിപ്പിച്ചയിടത്ത് നമ്മൾ നിൽക്കണം. നമ്മുടെ വകയായിട്ട് റബ്ബിന് പേര് കൊടുക്കരുതെന്ന്. അള്ളാഹുവിന് അള്ളാഹു നിശ്ചയിച്ച പേരുകളൊക്കെ നമുക്ക് വേറെ പേരുകളൊന്നും നമ്മൾ അള്ളാഹുവിന് ഉണ്ടാക്കരുത് എന്നൊക്കെ. അതേപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ള എന്താണോ അവനുണ്ട് എന്ന് പറഞ്ഞത് അതപ്പടി നമ്മൾ വിശ്വസിക്കണം. അതിലപ്പുറമുള്ളത് നമ്മൾ പറയാൻ പോകരുത്. അള്ളാഹു അവനെക്കുറിച്ച് എന്താണോ വിശേഷിപ്പിച്ചത് അവിടെ നമ്മൾ ഒതുങ്ങി നിൽക്കണം. അതിലപ്പുറമുള്ള വിശേഷണങ്ങൾ അവന്റെ പേരിൽ ചാർത്തരുത്. ഇതൊക്കെ ഈ കാര്യത്തിൽ നിന്ന് പ്രയോഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അള്ളാഹുവിനെ കുറിച്ചറിയാൻ അള്ളാഹുവിനെ തന്നെയാണ് നമ്മൾ അവനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അത് അവൻ നമുക്ക് പറഞ്ഞു തരാനാണ് അവന്റെ ദൂതരിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് റബ്ബിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബിന്റെ നാമങ്ങളിലൂടെ വളരെ കൃത്യമായി തന്നെ നമുക്ക് അവൻ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. ഇത് പറഞ്ഞ വേളയിൽ പരിശുദ്ധ ഖുർആനിനെ തുടർന്നുകൊണ്ട് പറയാണ്, وَإِذَا قِيلَ لَهُمُ اسْجُدُوا لِلرَّحْمَنِ قَالُوا وَمَا الرَّحْمَنُ أَنَسْجُدُ لِمَا تَأْمُرُنَا وَزَادَهُمْ نُفُورًا. وَإِذَا قِيلَ لَهُمْ ഇവരോട് പറയപ്പെട്ടാൽ, ആരാ ഇവര്? കുഫാറു മക്ക സത്യനിഷേധികളോട് പറയപ്പെട്ടാൽ, ഉസ്ജുദൂ ലിർറഹ്മാൻ, ഇതാ നിങ്ങൾക്കിപ്പൊ പരിചയപ്പെടുത്തിയിട്ടുള്ള റഹ്മാനായ റബ്ബില്ലേ, ആ റഹ്മാനിന് നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു അവര് പറയുന്നത് എന്താണെന്നറിയോ? എന്താ അവര് പറഞ്ഞത്? വമർ റഹ്മാൻ, ആരാണീ റഹ്മാൻ എന്നാ ചോദിക്കുന്നത്. ആരാണീ റഹ്മാൻ? അനസ്ജുദു, ഞങ്ങൾ സുജൂദ് ചെയ്യുകയോ, ലിമാ തഅ്മുറുനാ, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നീ ഞങ്ങളോട് കൽപ്പിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ സുജൂദ് ചെയ്യാ. വസാദഹും നുഫൂറാ, അല്ലാഹു പറയാണ് വസാദഹും, അത് അവർക്ക് വർദ്ധിപ്പിച്ചു. ഏത്? നിങ്ങൾ റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യൂ എന്ന് കൽപ്പിച്ച ആ വാക്ക് അവർക്ക് വർദ്ധിപ്പിച്ചു. എന്താ വർദ്ധിപ്പിച്ചത്? വസാദഹും, ആ വാക്ക് അവർക്ക് അധികരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്ത്? നുഫൂറ, വെറുപ്പ്. അവർക്കത് കേൾക്കണത് തന്നെ വെറുപ്പാണ്. അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അത് അവർക്ക് കേൾക്കുന്നത് വെറുപ്പാണ്. വേറുള്ളവർക്കും ചെയ്യാന്ന് പറഞ്ഞാൽ സന്തോഷമായി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ മാത്രം പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ജനതകൾക്കൊക്കെ വലിയ വെറുപ്പാണ്. റബ്ബിന്റെ കൂടെ മറ്റുള്ളവരുടെയും കൂടി പറഞ്ഞാലോ, അള്ളാഹിനോടും പ്രാർത്ഥിച്ചോളിയും മറ്റുള്ളവരോടും പ്രാർത്ഥിച്ചോളിന്ന് സമ്മതം കൊടുത്താലോ, ഫൈദാഹും യസ്തബ്ശിറൂൻ, അവർക്ക് വലിയ സന്തോഷമായി എന്നാ അള്ളാഹു പറയുന്നത്. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ്, പരമകാരുണികനായ റബ്ബ്, ആ റബ്ബിന് നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്ന് അറേബ്യൻ ജനതയോട് പറയുമ്പോ അവര് ചോദിക്കേണ് വമർ റഹ്മാൻ, ആരായി റഹ്മാന്? എന്താ അങ്ങനെ ചോദിച്ചാർത്ഥം? അവർക്ക് അള്ളാഹനെ അറിയില്ല എന്നാണോ? അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കണ്ടില്ലേ, അറേബ്യൻ മുശ്രിക്കുകൾക്ക് അള്ളാഹനെ അറിയില്ലായിരുന്നു എന്ന്, അള്ളാഹനെ അവർ നിഷേധിച്ചിരുന്നു എന്ന് പറയുന്നു. എന്താ തെളിവ്? ഈ ആയത്താ തെളിവ്. റഹ്മാനിൽക്ക് സുജൂദ് ചെയ്യൂ എന്ന് അവരോട് പറയപ്പെടുമ്പോൾ അവർ പറയും വമർ റഹ്മാൻ എന്ന് ചോദിക്കുന്നു. അത് റഹ്മാൻ എന്നുള്ള പേര് ഞങ്ങൾക്ക് പരിചയമല്ല, ഞങ്ങൾക്ക് അള്ളാനെ ഞങ്ങൾക്ക് പരിചയമുള്ളൂ, ആ അള്ളാഹ്ക്ക് റഹ്മാൻ എന്നുള്ള പേരുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അതാ അവർ ചോദിക്കുന്നത് വമർ റഹ്മാൻ, ആരായി റഹ്മാൻ? കാരണം അവർക്ക് പരിചയമുള്ളത് യമാമയിലെ ഒരു റഹ്മാൻ എന്ന് പറഞ്ഞ ആളെ മാത്രമുള്ളൂ. അവർ പറയാണ് ലാ നഅരിഫുർ റഹ്മാന ഇല്ലാ റഹ്മാനൽ യമാമ, യമാമയിലെ റഹ്മാൻ എന്നൊരു പേരുള്ള ഒരാളുണ്ടായിരുന്നു, ആ ആളെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് റഹ്മാൻ എന്നറിയാൻ പറ്റുകയുള്ളൂ. അല്ലാത്തൊരു പേര്, അള്ളാഹുവിന് റഹ്മാൻ എന്നുള്ളൊരു പേര്, അത് ഞങ്ങൾക്ക് അറിയൂല, ആ അർത്ഥത്തിലൊരു വിശേഷണം ഞങ്ങൾക്കറിയില്ല. ഇതാണ് അവരുടെ നിഷേധത്തിന്റെ കാരണം. അതല്ലാതെ അവർക്ക് അള്ളാഹനെ അറിയില്ല എന്നല്ല. അള്ളാഹനെ അറിയുന്നുള്ളതിന് വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ തെളിവല്ലേ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നില്ലേ, നബിയെ താങ്കൾ അവരോട് നിങ്ങളെ സൃഷ്ടിച്ചതാര്, ലോകത്തെ സൃഷ്ടിച്ചതാര്, അതുപോലെ തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതാര് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ അള്ളാഹു ആണ് എന്ന് തന്നെ അവര് പറയുന്നു. ഖുർആൻ പറഞ്ഞതല്ലേ. അപ്പൊ അവർക്ക് അള്ളാഹനെ അറിയാം, അള്ളാഹുവിനെ അവർ വിശ്വസിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ അവരുടെ വിശ്വാസം പൂർണ്ണമായിരുന്നില്ല, ശരിയായ വിശ്വാസമല്ല. ശരിയായ അർത്ഥത്തിൽ അള്ളാഹനെ അവർ മനസ്സിലാക്കിയില്ല, അള്ളാഹനെ അറിയേണ്ട നിലക്ക് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് അള്ളാഹനെ അവർ നിഷേധിച്ചു എന്ന് വരൂലല്ലോ.
അപ്പൊ റഹ്മാൻ എന്നുള്ള വിശേഷണം അവരെന്ത് ചെയ്യുന്നില്ല, അവർ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പേരുള്ളതായിട്ട് അവരറിയൂല. അതുകൊണ്ട് അത് അവർ അംഗീകരിച്ചതുമില്ല. അവർക്കറിയില്ല എന്നുള്ളത് കൊണ്ട് അവരത് നിഷേധിക്കേണ്ട കാര്യമല്ലല്ലോ. ഇന്നും പല ആളുകളും അങ്ങനെയാണ്. നമുക്കറിയാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു തന്നാൽ ആദ്യം ചാടി കയറിയാണ് നിഷേധിക്കും. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയരുത്. ഉണ്ടോ ഇല്ലേന്ന് അന്വേഷിക്കാനും പഠിക്കാനുമുള്ള താല്പര്യമാണ് വിനീതമായ സ്വഭാവമുള്ള ആളുകൾ പ്രകടിപ്പിക്കേണ്ടത്. ഒരു അറേബ്യൻ ജനത ധിക്കാരത്തോടു കൂടെ ചോദിക്കരുത്, ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു റഹ്മാനോ അതാരാ, അതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയുകയാണ് ചെയ്തത്. മാത്രല്ല അവന് മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞ ആ വാക്ക് അത് കേട്ടപ്പോൾ അവർക്ക് വെറുപ്പ് കൂടുകയാണ് ചെയ്തത്. കണ്ടോ, അവർക്ക് ഭയങ്കര വെറുപ്പാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുന്ന വെറുപ്പാ. അള്ളാഹനെ മാത്രമേ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പാടുള്ളൂ എന്ന് അവർക്ക് പറയുന്നത് വെറുപ്പാണ്. അള്ളാഹിനോടും പ്രാർത്ഥിച്ചോളി, അതായിരുന്നു അവരുടെ സ്വഭാവം. അവർ അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹ്ക്കും നേർച്ച വഴിപാട് കൊടുക്കും, അള്ളാഹിന്റെ പേരിലും സത്യം ചെയ്യും, അള്ളാഹുവിനെ വിളിച്ചും പ്രാർത്ഥിക്കും, അതോടൊപ്പം അവർ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കും. അങ്ങനെയാവുമ്പോൾ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പറയുന്നവരോടൊക്കെ അവർക്ക് സ്നേഹമാണ്. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാലോ അത് അവർക്ക് വെറുപ്പായിരുന്നു. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിത് വെറുപ്പല്ലേ, അതുകൊണ്ട് ഇനി അവരോടിത് പറയണ്ടാന്ന് തീരുമാനിച്ച് അള്ളാഹിന്റെ റസൂല് ദഅവത്ത് നിർത്തിവെച്ചോ? ഇല്ല, നമ്മൾ അവിടെ ഗുണപാഠം പഠിക്കണം. അവർക്ക് ഈ വാക്കുകൾ കേൾക്കുന്നതൊക്കെ വെറുപ്പായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരി, അപ്പൊ ജനങ്ങൾക്കൊക്കെ വെറുപ്പാണല്ലേ, അപ്പൊ എന്നോട് വെറുപ്പാവും, അതുകൊണ്ട് ഇനി ഇത് മിണ്ടണ്ടെന്ന് വിചാരിച്ച് അള്ളാഹിന്റെ റസൂൽ ഈ തൗഹീദിന്റെ ദഅവത്ത് നിർത്തിവെച്ചിട്ടില്ല. വെറുക്കുന്നവര് വെറുക്കും, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും. സത്യം പറയലൊരു പ്രബോധകന്റെ കടമയാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ, നമ്മുടെ വാക്കുകൾക്ക് വിലയും അതിന് പ്രതിഫലമൊക്കെ തരേണ്ടവൻ അള്ളാഹുവാണ്. നമ്മൾ ഭീരുക്കളാവാതെ ഒരു കാര്യം തുറന്നു പറയുന്നതിന് പേടിയൊന്നും ആവശ്യമില്ല. തൗഹീദ് പ്രഖ്യാപിക്കണം. അതിന് മറ്റുള്ളവരുടെ ഭീഷണിയോ അവരുടെ വെറുപ്പോ നോക്കേണ്ടതില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? എപ്പോഴും റഹ്മാനായ റബ്ബിന്റെ തൗഹീദ് അത് കൃത്യമായി ജനങ്ങളുടെ മുമ്പേ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തിനായി ജനങ്ങൾക്ക് വെറുപ്പുള്ളത് ഇങ്ങനെ പറയുന്നത്? ജനങ്ങൾക്കൊരു കാര്യം വെറുപ്പാന്ന് വിചാരിച്ചിട്ട് നമുക്ക് കാര്യം പറയൽ നിർത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേതാവ് നബിതങ്ങൾ നിർത്തണ്ടേ? അള്ളാഹിന്റെ റസൂൽ ഇവരോട് ഇത് പറയുമ്പോൾ അവർക്ക് വെറുപ്പല്ലാതെ വർദ്ധിച്ചിരുന്നില്ല എന്ന് അള്ള പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വെറുപ്പുള്ള കാര്യമല്ലേ എന്ന് വിചാരിച്ച് ദഅവത്ത് നിർത്തിവെച്ചിട്ടില്ല എന്നാ ഞാൻ പറയുന്നത്. അത് അഭംഗുരം വളരെ കൃത്യമായി ധീരതയോടെ തുടർന്നു പോയിട്ടുണ്ട്. അതിൽ നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളണം. അങ്ങനെ കൃത്യമായ തൗഹീദ് നമ്മളത് പറയാ. ആളുകൾ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. സ്വീകരിക്കണം എന്ന് വിചാരിച്ച ഗുണകാംക്ഷയോടെ നമ്മൾ പറയാ. കേട്ടെങ്കിൽ അവർക്ക് നന്നായി, ഇല്ലെങ്കിലോ ആത്മാർത്ഥതയോടെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് പരലോകത്ത് കൂലി ഉണ്ടാകും. ലോകത്ത് ഒരുപാട് നമ്മൾ സംസാരിച്ചു, ദഅവത്ത് നടത്തി, ആരും വന്നില്ല വിചാരിക്കുക. അള്ളാന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാവില്ല. വരലും വരാതിരിക്കലും ഒന്നും നമ്മുടെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ള തന്നെ കൊടുക്കണം ആ പ്രകാശം. നമുക്ക് പറയാനും കേൾപ്പിക്കാനും എത്തിക്കാനും ഒക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് എന്ന് മാത്രമല്ല, നബിമാർക്ക് വരെ അതിനെ പറ്റിയിട്ടുള്ളൂ. അത് മാത്രമായിരുന്നു അവരുടെ ഉത്തരവാദിത്വം. ആരെയും നിർബന്ധിപ്പിച്ചു കൊണ്ടുവരാനൊന്നും ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിന്റെ സന്ദേശം കൃത്യമായി ഉൾക്കൊള്ളുക, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അതിലേക്ക് ജനങ്ങളെ അവരിഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. ഫലം തരുന്നവൻ അല്ലാഹുവാണ്, അവനിൽ ഭരമേൽപ്പിക്കുക. ആ അർത്ഥത്തിലുള്ള സന്ദേശമാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് വിശ്വസിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. റബ്ബ് നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പോരായ്മകൾ പുറത്തു തരുമാറാകട്ടെ. പിഴവുകൾ പരിഹരിച്ചു തരുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും നമ്മെ അവൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നല്ലൊരന്ത്യം വിധിക്കുമാറാകട്ടെ. ജന്നത്തിൽ ഇടം നൽകുമാറാകട്ടെ. ജഹന്നമില്ലെന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ആതി അൻഫുസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.